കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെ വസ്ത്രധാരണം, വസ്ത്രസ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 24 ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ശ്രീകണ്ഠൻ നായർ അവതാരകനായ തമ്മിൽ തമ്മിൽ എന്ന ഷോ വൈറലായിരുന്നു. ഷോയിൽ പങ്കെടുത്ത തന്റെ അഭിപ്രായം പങ്കുവച്ചവരിൽ ഒരാൾ മുൻ ബിഗ് ബോസ് താരവും മോഡലുമെല്ലാമായ ഹനാനായിരുന്നു. ഷോയിൽ പങ്കെടുത്ത് അഭിപ്രായം പങ്കുവച്ചതിന്റെ പേരിൽ വലിയ രീതിയിൽ ഹനാന് വിമർശനം നേരിടുന്നു. താരത്തിന്റെ പഴയകാല ജീവിതം അടക്കം എടുത്തിട്ടാണ് പലരും അഹാനെ വിമർശിച്ചത്. തമ്മിൽ തമ്മിൽ ഷോയുടെ എപ്പിസോഡ് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ച ഒരാൾ ഹനാനായിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് ഹനാനെതിരെ വന്ന അധിക്ഷേപ കമന്റുകൾക്കെതിരെ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഈ കുറിപ്പിനെതിരെ കടപ്പാടിന്റെ പേരിലും പറഞ്ഞ് സ്വാതന്ത്ര്യ പണയം വെക്കാനെല്ലാം ആരും ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യരുതെന്നും അനുചന്ദ്ര കുറിക്കുന്നു. ആ കുറിപ്പോൾ ഇങ്ങനെ: തൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് ഹനാനെതിരെ യൂട്യൂബിൽ വന്നൊരു കമൻറ്റാണ്. 1.K ലൈക്കാണ് ആ കമൻറ്റ് കിട്ടിയത് എന്ന് ഓർക്കണം. ആ കമൻറ്റ് വന്ന മറ്റൊരു മറുപടി കൂടി ഞാൻ പറയാം. ഒരു ലൈക്കിനെ അടിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ട് 1000 ലൈക്കാണ്. എനിക്കത് മനസ്സിലാവാത്ത കാര്യം ഇതൊരു മനോഭാവമാണ്. ഒരാൾ കഷ്ടപ്പെട്ട് ചേർത്ത് പിടിക്കാൻ നമുക്കൊക്കെ തയ്യാറാകും. പക്ഷെ അയാൾ അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് മുതൽ തുറന്ന് കാണിക്കുക, അന്നു മുതൽ നമ്മൾ അയാളെ വെറുക്കാൻ തുടങ്ങും. നോക്കൂ, ഒരു കാലത്ത് കഷ്ടതയിലായിരുന്ന ഒരാളെ നമ്മൾ സഹായിക്കുന്നത് അയാളെ ജീവിതകാലം മുഴുവൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കണമെന്ന ഉദ്ദേശത്തോടാണോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപദേശം വെക്കുന്നത് ശരിയാണോ? ഈ സഹായം നൽകുന്നത് എന്നത് ഒരാളുടെയും ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള ലൈസൻസ് അല്ല എന്നതാണ് ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടത്. ഒന്ന് സഹായിച്ചുവെന്ന പേരിൽ ഹനാൻ അവരുടെ ജീവിതത്തെക്കുറിച്ചും വസ്ത്രദാനത്തെക്കുറിച്ചും തീരുമാനമെടുക്കാനുള്ള അവകാശം എങ്ങനെ ഇല്ലാതാകുന്നു? കടപ്പാടിൻ്റെ പേരും പറഞ്ഞ് സ്വാതന്ത്ര്യം പണയം വെക്കാനുള്ള ആരെയും എങ്ങും ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. ഇനി അങ്ങനെയൊക്കെ ചെയ്താൽ ജനാധിപത്യമായ വ്യക്തി സ്വാതന്ത്ര്യമായി അതിന് യാതൊരു ബന്ധമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, സഹായം എന്നത് മനുഷ്യനോടുള്ള കരുണയാണെന്ന്, അല്ലാതെ അയാൾക്ക് മേലുള്ള ഉടമസ്ഥാവകാശമല്ല. മനസ്സിലാക്കുമല്ലോ.